എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പേരിലാണ് ഞാൻ ഷോർട്സ് ഇട്ട് തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ അതിന് എന്തോ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ലാത്തൊരു ഷോർട്സിന് 1K ഒക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇട്ട് തുടങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച് അപ്പോൾ ഇങ്ങനെ സമയങ്ങളിലാണ് ഷോർട്സൊക്കെ ഇടേണ്ടതെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാനൊരു ടൈം പീരീഡ് വെച്ചിട്ട്, അതായത് ഒരു ദിവസം മിനിമം ഞാൻ 3 ഷോർട്സെങ്കിലും ഇട്ട് തുടങ്ങി. അപ്പം ഇന്നിട്ടുന്ന അതേ സമയത്തിന് നാളെ ഇടും. അങ്ങനെ തുടർന്ന് ഞാനൊരു മാസം ഫോളോ ചെയ്ത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നിട്ട അപ്പം തന്നെ വ്യൂസ് കൂടിയെന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നത് കണ്ട. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻസി അത് മസ്റ്റായിട്ടാണ്. ഒരു ദിവസം എത്തിയില്ല എന്നിട്ട് നാളെ നമ്മൾ അതേ സമയത്ത് ഇട്ടാലും കാര്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി. അടുപ്പിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ 2 ദിവസമൊക്കെ ബ്രേക്ക് എടുത്താൽ പിന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ. പക്ഷേ നമുക്ക് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ ഷോർട്സ് വ്യൂസും അതല്ലാണ്ടെങ്കിൽ 4000 അവർ വാച്ച് ഹവർ കിട്ടണം, എന്നാലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. ഷോർട്സ് ഇട്ടുകൊണ്ട് 10 മില്യൺ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കേസിൽ എന്തായാലും ആവില്ല. വീഡിയോസ് ഇട്ടാൽ തന്നെ നമുക്ക് വാച്ച് ഹവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ വീഡിയോസ് ഇട്ടതേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അങ്ങനെ ഷോർട്സിൻ്റെ വ്യൂസിൽ 10 മില്യൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഷോർട്സിൻ്റെ വ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക 90 ഡേയ്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ ഫസ്റ്റത്തെ ഒരു മാസം 10 മില്യൺ കിട്ടിയാൽ ചിലപ്പോൾ രണ്ടാമത്തെ മാസം ആവുമ്പോഴേക്കാളും 10 മില്യൺ കിട്ടുക. ഇതിലാണ് കിട്ടുക നമുക്ക് അറിയില്ലല്ലോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഇടാൻ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സ് ഇടുന്ന കൂട്ടിൽ തന്നെ വീഡിയോ എന്തായാലും ഇടാം. ഒരു വീക്കിൽ മിനിമം ഒരു വീഡിയോ ഇടാം. ഇനി കൂടുതൽ ഇടാൻ കഴിയുന്നവരാണെങ്കിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് റീച്ച് കിട്ടില്ല. നമ്മളതിങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞാലാവും നമുക്ക് അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പെട്ടെന്നാവും നമ്മളെ വീഡിയോൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ആവുക. അപ്പോൾ എന്താ വെച്ചാൽ, എന്തെങ്കിലെങ്കിലും സബ്സ്ക്രൈബേഴ്സും വാച്ച് ഹവറും കൂട്ടുന്നുണ്ടെങ്കിൽ ഷോർട്സ് മസ്റ്റായിട്ട് ഇടുക. അതേപോലെ തന്നെ വീഡിയോസ് ഇടുക. ഇപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷോർട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച് ഹവർ അതിൻ്റെ വ്യൂസ് കണക്കാക്കുക. നമ്മൾ എൻഗേജ്മെൻറ്റ് വ്യൂസ് വഴിയാണ് അത് കണക്കാക്കുക. അത് നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതിലെത്ര എൻഗേജ് ആയിട്ടുള്ള വ്യൂസ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഷോർട്സിനെ മാത്രം നോക്കിയിട്ട് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി ആദ്യം ട്രൈ ചെയ്യരുത്. അതേപോലെ ഷോർട്സിൻ്റെ ഒക്കെ പുതിയ അപ്ഡേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം. അതിൽ നമ്മൾ അതിൽ ഉണ്ടാവണം, എന്നാലേ യൂട്യൂബ് അത് മോണിറ്റൈസേഷനുള്ള കാര്യങ്ങൾക്ക് എടുക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തെറ്റ് ആരെങ്കിലും ആവർത്തിക്കണവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെയുള്ള വീഡിയോ എനിക്ക് തോന്നിയ അനുഭവമായിട്ടാണ്. പക്ഷേ ലേബുവിന് ഈത്തപ്പഴ ജ്യൂസ് വേണമെന്നിട്ട് ഇതാക്കാൻ നിൽക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ മുടി ഒന്ന് കെട്ടിത്തരാം, ആകെ കൊല്ലം സ്റ്റൈലായ. ഇതെന്താ ലേബു? എന്ത് ചെയ്യണോ? 5 കൂടി മിക്സിലടിക്കേ. എനിക്ക് ഇഷ്ടംപോലെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓൾറെഡി കഴുകി വെച്ചതാണ്. അതുകൊണ്ട് ജസ്റ്റ് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക,
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.